ഈ ഒരു ദിവസത്തില്, ഈ ഒരു പ്രഭാതത്തില് ഒരല്പം സമയം അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതികൽ യഖീൻ. നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം. ഏതുവരെ? ഹത്താ യഅതികൽ യഖീൻ. ഉറപ്പുള്ള ഒരു കാര്യം നിനക്ക് വരാൻ, ഒരു സംശയവും ഇല്ലാത്തൊരു കാര്യം നിനക്ക് വരാനുണ്ട്. അത് വരുന്നത് വരെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ദുൽഹിജ്ജ മാസത്തിലാണ്, ഹജ്ജിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ കഴിഞ്ഞു, അതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞു പോയി. ഒരു വെള്ളിയാഴ്ച പലതും നമ്മളിൽ കഴിഞ്ഞു പോകും. ചില ആളുകളുണ്ട് ശ്രേഷ്ഠമായ മാസത്തിലും ദിവസങ്ങളിലും മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു വിശ്വാസി എന്നുള്ളത്, ഒരു മുഅ്മിൻ എന്നുള്ളത്, എല്ലാ ദിവസങ്ങളിലും അവൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യും എന്നുള്ളതാണ്. വെള്ളിയാഴ്ചയിൽ നമുക്ക് ഇബാദത്ത് വേണം, അത് ശ്രേഷ്ഠമായ ദിവസമാണ്. റമദാനിൽ നമുക്ക് ഇബാദത്ത് വേണം, അത് മഹത്വമുള്ള ഒരു മാസമാണ്. അത് വിചാരിച്ച് റമദാൻ കഴിഞ്ഞാൽ നമ്മൾ പിന്നിലേക്ക് വലിയണം എന്നുള്ളതല്ല. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമല് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എത്രത്തോളം ഒരാള് യുദ്ധത്തിന് പോയി, യുദ്ധക്കളത്തിൽ പോരാടി, എന്നിട്ട് ഷഹീദാകാതെ മരിക്കാതെ തിരിച്ചു വന്നാൽ അവനേക്കാൾ മഹത്വം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അമല് ചെയ്തവർക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതനുസരിച്ച് നമ്മൾ നോമ്പെടുത്തു, നിസ്കരിച്ചു, ഇബാദത്തുകൾ ചെയ്തു, ഹറാമുകളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി മാറി നിന്നു. എന്നാൽ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനാകട്ടെ, അതുപോലെ തന്നെ ദുൽഹിജ്ജയാകട്ടെ, വെള്ളിയാഴ്ച ദിവസം നമ്മള് പള്ളിയിലേക്ക് വന്നു. നേരത്തെ വരുന്നവർക്ക് പിന്നെ ഒട്ടകത്തിന്റെ ഒരർത്ഥ ദാനം ചെയ്ത പ്രതിഫലം, പിന്നെ പശുവിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം, ആടിനെ അറുത്ത് ദാനം ചെയ്തവർക്ക് പ്രതിഫലം, കോഴി അറുത്ത് ദാനം ചെയ്തവരുടെ പ്രതിഫലം, ഇങ്ങനെ ഓരോന്നും പിന്നെ നേരത്തെ വരുന്നവർക്ക്, പിന്നെ വരുന്നവർക്ക്, പിന്നെ വരുന്നവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തിനാ നേരത്തെ വരാൻ വേണ്ടി പറയുന്നത്? ഇതൊരു ഉത്ബോധനമാണ്. വെള്ളിയാഴ്ച ദിവസത്തിലെ ആ ഒരു ഖുത്ബ എന്നുള്ളത് അതൊരു ഉത്ബോധനമാണ്. അത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കിട്ടേണ്ട ഒരു മഹത്തായ ഒരു കാര്യമാണ്. അത് നമുക്ക് കേൾക്കാനും പഠിക്കാനും വരാനും ഒന്നും സാധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് സീല് വെക്കും. പിന്നെ നമ്മുടെ ഹൃദയം ഒരിക്കലും തുറക്കുകയില്ല. അപ്പൊ നേരത്തെ വരാനുള്ള ഒരു പ്രചോദനമാണ് ആ പ്രതിഫലങ്ങളെല്ലാം. അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്ന് ഖുത്ബ കേട്ട് നിസ്കരിച്ച്, നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഉപദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. എന്താണ് റബ്ബിന്റെ ഉപദേശം? വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നീ ധാരാളമായിട്ട് എന്ത് ചെയ്യണം? വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിനെ ഓർക്കണം, ഇനിയും ധാരാളം ഓർക്കണം. ഈ പള്ളിയിൽ ജുമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവസാനിപ്പിക്കേണ്ടതല്ല നിന്റെ ഈമാൻ. മനസ്സിലായോ? എവിടെ പോയാലും, അങ്ങാടികളിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർക്കണം. നീ വിജയം കൈവരിച്ചേക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ വഅബ്ദു റബ്ബക ഹത്താ യഅതികൽ യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഒരു ഉറപ്പുള്ള, ഒരു സംശയവും ഇല്ലാത്തൊരു കാര്യം നിന്നിലേക്ക് വരാനുണ്ട്. അത് വരുന്നതിന് മുമ്പ് അത് വരുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ളതാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ് ആ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അഥവാ ആ ഉറപ്പുള്ള കാര്യം മരണമാണ്. നമ്മുടെ ജീവിതത്തിൽ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ തലഭാഗത്ത് വന്നിരിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. ആ തലഭാഗത്ത് വന്നിരുന്നിട്ട് 2 രൂപത്തിലുള്ള
കുറിച്ചുള്ള സംസാരമുണ്ട്. നീ പിന്നെ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് മടങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് നമ്മുടെ റൂഹിനെ പിടിച്ചിടും. എന്നാൽ പിന്നെ പുറത്തും വിരടിയിലും ഒക്കെ മുഖത്തൊക്കെ ആഞ്ഞടിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ റൂഹിനെ പിടിച്ചെടുക്കും മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. ഇലാ സഖത്തിൻ മിനല്ലാഹി വഗദിബ്, അള്ളാഹുവിന്റെ കോപത്തിലേക്കും വെറുപ്പിലേക്കും വാ എന്ന് പറഞ്ഞ് നമ്മളെ അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഏതാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനിക്കണം. അങ്ങനെയുള്ള ഒരു സന്ദർഭം, പിന്നെ മരണം, മലക്കുൽ മൗത്ത് നമ്മുടെ തലഭാഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുവരെ ആ മരണം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത് വരെ അത് ഉറപ്പുള്ള യഖീനുള്ള, ഒരാൾക്കും തർക്കമില്ലാത്ത, സംശയമില്ലാത്തൊരു വിഷയമാണ്. അത് സംഭവിക്കുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ആരാധിച്ച് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ദുനിയവിയായ തിരക്കിലായിരിക്കും. എന്ത് തിരക്കിലാണെങ്കിലും, എന്ത് ജോലികളോ മറ്റുള്ള ഇടപാടുകളോ കാര്യങ്ങളോ എന്ത് നമുക്കുണ്ടെങ്കിലും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരു മടി കാണിക്കരുത്. നിസ്കാരത്തിന് സമയമായാൽ നിസ്കരിക്കുക. അതുപോലെ തന്നെ അദ്കാറുകൾ, ദിക്റുകൾ, ഖുർആനുമായിട്ടൊരു ബന്ധം ഒക്കെ നമുക്ക് വേണം. പള്ളിയുമായിട്ടൊരു ബന്ധം നമുക്ക് വേണം. ഒരടുപ്പം നമുക്ക് വേണം. അർശിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പിന്നെ അവന്റെ ഹൃദയം അവൻ പള്ളിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന, അതായത് 24 മണിക്കൂറും അവൻ പള്ളിയിൽ പോയി ഇരിക്കണം എന്നല്ല. പിന്നെ നമസ്കാരത്തിന്റെ സമയമായി ബാങ്ക് കൊടുക്കുമ്പോ നമ്മൾ എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് വന്ന് ആ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരുന്ന് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച് ദിക്റുകളും പ്രാർത്ഥനകളുമായി കഴിച്ചുകൂട്ടി പിന്നെ നമ്മള് പിന്നെ ജമാഅത്തിൽ പങ്കെടുത്ത് അത് കഴിഞ്ഞ് കുറച്ചു നേരം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? അദ്കാറുകളിലും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലും മുഴുകി അങ്ങനെ ഒരു പള്ളിയുമായിട്ടൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ നമ്മള് മഹത്വമുള്ള പവിത്രമായ മാസങ്ങളിലും ദിവസങ്ങളിലും ഒക്കെ ഉള്ള നമ്മുടെ ഈമാൻ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവുകയും പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹറാമുകളെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു പ്രഭാതമാകട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേറ്റ് അള്ളാഹുവിനെ സ്മരിച്ച് സുബഹി നമസ്കരിച്ച് ആ രൂപത്തിൽ നല്ലൊരു പ്രഭാതത്തെ ജീവിതത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. 2 സമയങ്ങളിലെ ഉറക്കം പിന്നെ നമ്മൾ വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. നമ്മൾ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ ഉറങ്ങരുത്. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അത് ഉറങ്ങുക എന്നുള്ളത് കറാഹത്തുള്ള വിഷയമാണ്. അതുപോലെ തന്നെ അസ്ർ നമസ്കാരത്തിന് ശേഷം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ മടിയന്മാരായി അലസന്മാരായി നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരു ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയായി. അല്ലാഹു നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വബറകാതുഹു. നമുക്ക് കൃതജ്ഞത അറിയിക്കുന്നു.